ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാളിംഗ് ഇൻ യുവർ സ്മൈൽ എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 2 ആണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത് ടോങ് നേരെ മിന്നിൻ്റെ പൊസിഷനിലേക്ക് വരുന്നത് കാണിച്ചുകൊണ്ടാണ്. സമ്മതപത്രവും എല്ലാം സൈൻ ചെയ്ത് അവൾ നേരെ അവിടേക്ക് വരികയാണ്. അതേസമയം ബെല്ലടിക്കുന്ന സൗണ്ടെല്ലാം കേട്ട് ഫാറ്റി പറയുന്നുണ്ട് ചെങ്ങിനോട്, ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിയെന്നാ തോന്നുന്നത്, നീ ഒന്ന് പോയി അത് റിസീവ് ചെയ്യും എന്നെല്ലാം ചെങ്ങിനോട് പറയുന്നുണ്ട്. ഇന്നാണെങ്കിൽ നേരെ പോയി ഹായ് എല്ലാം കാണിച്ചിടും മൈൻഡ് ചെയ്യാതെ അവളുടെ കയ്യിൽ നിന്ന് അവൾ കഴിക്കാനായി കൊണ്ടുവന്ന ഭക്ഷണമെല്ലാം തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിൽ ഡോറും എല്ലാം ക്ലോസ് എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത്. അത് കാണുന്ന ടോങ്ങിനാണെങ്കിൽ എന്തോ പോലെ തോന്നുന്നുണ്ട്. അവൾ നേരെ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ടോങ് പറയുന്നത്, ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം ഇതല്ലല്ലോ, പിന്നെ എന്താണ് ഇത് എത്തിയത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ചെങ്ങിന് മെസ്സേജ് എല്ലാം വരുന്നത്, ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നിട്ടും എന്നെ ചെങ് മൈൻഡ് വരെ ചെയ്യാതെ എൻ്റെ കയ്യിലുള്ള ഭക്ഷണമെല്ലാം തട്ടിപ്പറിച്ച് എൻ്റെ ഡോറെല്ലാം അടിച്ച് ക്ലോസ് ചെയ്തു എന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ ടോങ് പോസ്റ്റ് ചെയ്തത് കാണുന്നുണ്ട്. അങ്ങനെ അവർ നേരെ പോയി ടോങ്ങിനെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. ചെങ്ങാണെങ്കിൽ അവളോട് സംസാരിക്കുന്നുണ്ട്, നീ പോസ്റ്റ് ചെയ്തത് ഒഴിവാക്ക്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്തിന്, നീ എന്നോട് അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നെല്ലാം കേൾക്കുന്ന ചെങ് പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, നീ ആദ്യം അത് ഒഴിവാക്കി എന്നെല്ലാം പറയുന്നുണ്ട്. അവളാണെങ്കിൽ ഒഴിവാക്കില്ല, ചെങ്ങാണെങ്കിൽ ഒഴിവാക്കി. ഇങ്ങനെയെല്ലാം അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മാനേജർ വരുന്നത്. മാനേജർ വരുന്നതും അവളെ കിറ്റിയെ കാണുന്നതും മാനേജറിന് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. അത് കേൾക്കുന്ന ചെങ്ങാണെങ്കിൽ പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ മക്കളോ. അത് കേട്ട് ടോങ് ആണെങ്കിൽ വളരെയധികം അതിശയപ്പെടുന്നുണ്ട്. ടോങ് പറയുന്നുണ്ട്, നിന്റെ വിവാഹം ഒന്നും കഴിഞ്ഞില്ലല്ലോ, പിന്നെ നിനക്ക് മക്കളോ, നീ എന്താണ് ഈ പറയുന്നത്? അത് കേൾക്കുന്ന ചെങ്ങാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മീനിനെ പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും വഴക്കുണ്ടാക്കുന്നത് കാണുന്ന ഫാറ്റി ആണെങ്കിൽ നേരെ അവളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അവളുടെ റൂമാണെങ്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന ഫുൾ പിങ്ക് കളറായിരുന്നു. അത് കാണുന്ന അവൾക്ക് അത്രയൊന്നും ഇഷ്ടമാകുന്നില്ല, കാരണം അവൾക്ക് പിങ്ക് കളർ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഫാറ്റി ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, അത് കാരണം നല്ല ഭംഗിയുണ്ട് എന്നെല്ലാം പറയുന്നു. അങ്ങനെ രാത്രി നേരെ ടോങ് അമ്മയെയും അച്ഛനെയും വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അമ്മയാണെങ്കിൽ ഹാപ്പി ഫാമിലി ഗ്രൂപ്പ് എന്ന് എഴുതിയെടുത്ത് ഇപ്പോൾ അൺഹാപ്പി ഫാമിലി ഗ്രൂപ്പ് എന്നെല്ലാം എഴുതുന്നുണ്ട്. അത് കാണുന്ന ടോങ് കാരണമെല്ലാം തിരക്കുമ്പോൾ പറയുന്നുണ്ട്, നിനക്കറിയുമോ, നിന്റെ ബാങ്ക് ജോലിയെല്ലാം ഒഴിവാക്കി നീ ഇവിടേക്ക് വന്നില്ലേ, ഞാൻ ആളുകളോട് എന്താണ് ഇനി പറയേണ്ടത്? എൻ്റെ കുട്ടി ഗെയിമിൻ്റെ പുറകെ പോയെന്നോ, ഞാൻ എന്താണ് പറയേണ്ടത് എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് വഴക്കുണ്ടാകുന്നുണ്ട്. അതിനിടെ അച്ഛനും നല്ലോണം എല്ലാം കൊടുക്കുന്നുണ്ട്. അതെല്ലാം കേൾക്കുന്ന ടോങ് ആണെങ്കിൽ അതെല്ലാം പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കിടന്നുറങ്ങാൻ ടൈമായിരുന്നു. അവളുടെ റൂമിൽ നിന്ന് അവൾക്ക് ഒരുപാട് ബുക്സ് എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ അവിടെ പോയി ഒരു ബുക്സ് എല്ലാം എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അത് നേരെ എടുത്ത് വായിച്ചു നോക്കുന്നത് ZGDXൻ്റെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരുന്നു. അവിടുത്തെ ഐഡൽസ് പാലിക്കേണ്ട ഓരോ കാര്യങ്ങളായിരുന്നു. അങ്ങനെ അവൾ അതിൽ നോക്കുമ്പോഴാണ് പുലർച്ചെ 8:30 എണീക്കണം, അല്ലെങ്കിൽ 5000 രൂപ അടയ്ക്കണമെന്നെല്ലാം കാണിക്കുന്നുണ്ട്. അതെല്ലാം കാണുന്ന അവൾ വിചാരിക്കുന്നുണ്ട്, നാളെ അതിരാവിലെ എണീക്കണം എന്നല്ല. അങ്ങനെ അവൾ പിറ്റേന്ന് അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോഴാണ് അവിടെയുള്ള ഫുഡ് ഉണ്ടാക്കാൻ വന്ന ആൾ പറയുന്നത്, മോളെ, നിനക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ ഇവിടെയുള്ള ഐഡൽസിൻ്റെ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇവിടെ വരാൻ പാടില്ല എന്നല്ല. അങ്ങനെ അവളോട് പറയുന്ന കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ പുതുതായി ഗെയിം കളിക്കാനായി വന്നതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവൾ ചോദിക്കുന്നുണ്ട്, അവരാരും എഴുന്നേറ്റില്ലേ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ അവർക്കെല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്, അവരെല്ലാവരും 12:30 കഴിഞ്ഞേ വരും എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന അവളാണെങ്കിൽ ഒരുപാട് നെട്ടുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് നേരെ ഫാറ്റി അണ്ടർവയേഴ്സെല്ലാം ഇട്ടുകൊണ്ട് എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ അവളെ കണ്ണു തുറന്ന് അവൻ കാണുന്നുണ്ട്. പിന്നെ അവന് കുറവായി എല്ലാം പൊത്തി പിടിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടി പോകുന്നെല്ലാമുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് നേരെ നൈറ്റ് ഡ്രസ് എല്ലാം ഇട്ട് വരുന്നത്. ചെങ്ങിനാണെങ്കിൽ ഓർമ്മയില്ലായിരുന്നു ടാങ് അവിടെ ഉള്ളത്. അങ്ങനെ നേരെ അവൻ അവിടെ നിന്ന് എല്ലാവരും ഗുഡ് മോർണിംഗ് എല്ലാം പറയുന്നുണ്ട്. അവിടെ നിന്ന് പെട്ടെന്നായിരുന്നു ചെങ്ങിന് ഓർമ്മ വന്നത്, ഓ
അവിടെ ഒരു ഗേൾ ഉണ്ടല്ലോ. അപ്പോൾ അവൻ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് ടോങ് അവനെ നോക്കിയിരിക്കുന്നതായി കാണുന്നത്. അങ്ങനെ അവൻ നേരെ അവിടെ നിന്ന് അവൻ്റെ ആറ്റിറ്റ്യൂഡൊന്നും കളയാതെ തന്നെ അവിടെ നിന്ന് വേഗം പോകുന്നുണ്ട്. പക്ഷെ അവർക്കെല്ലാവർക്കും ഇതെല്ലാം കണ്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നേരെ അവിടേക്ക് മിങ് വരുന്നത്. മിങ് വരുന്നത് മാനേജർ പറയുന്നുണ്ട്, ഇവനായിരിക്കും ഇനി നിങ്ങളുടെ കോച്ച് എന്നെല്ലാം പറയുമ്പോൾ അവരെല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. അതിനിടയിൽ കെ പറയുന്നുണ്ട്, നിന്റെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങൾ 5 പേരും എന്തൊരു ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് നിന്റെ പകരം ഒരു ഗേളിനെയാണ് കിട്ടിയത്. അതെന്തിനാണ് അങ്ങനെ എന്നെല്ലാം പറഞ്ഞ് കെ അവിടെ നിന്ന് ഒരുപാട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ടോങ്ങിനാണെങ്കിലോ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. ഞാൻ വന്നിട്ടല്ലേ ഇവരെന്നെ ഇങ്ങനെയെല്ലാം പറയുന്നത് എന്നെല്ലാം അവൾക്ക് തോന്നുന്നുണ്ട്. കെ അങ്ങനെയെല്ലാം പറഞ്ഞത് കാരണം ടോങ് വളരെയധികം വിഷമത്തിലായിരുന്നു. അങ്ങനെ ഫാറ്റിയും മാനേജറും കൂടി നേരെ ചെങ്ങിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ മൂഡൊന്ന് ചിയറപ്പ് ചെയ്യാൻ വേണ്ടി അവളെ ഷോപ്പിങ്ങിനെല്ലാം കൊണ്ടുപോകും. അവൾക്കിപ്പോൾ ഒരു സാധനവുമില്ല. അങ്ങനെ യൂസ് ആക്കാൻ വേണ്ടി കുറച്ച് സാധനമെല്ലാം വാങ്ങണം എന്നെല്ലാം പറഞ്ഞ് അവനെ നിർബന്ധിച്ചാണെങ്കിലും അവളുടെ കൂടെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു ടോങ്ങിനെ കാണാൻ ടോങ്ങിൻ്റെ അപ്പുറത്തെ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലുള്ള ടോങ്ങിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അഫെയർ വരുന്നത്. ടോങ്ങിനോട് പറയുന്നുണ്ട്, നീ എന്താ എന്നെ കാണാൻ വരാഞ്ഞത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ബ്രേക്കപ്പ് ആയില്ലേ? അവളാണെങ്കിൽ എന്നെ അത്രയ്ക്ക് സ്നേഹിച്ചിട്ട് അബ്രോഡ് വരെ പോകാതെ നിനക്ക് വേണ്ടി ഇവിടെ നിന്നപ്പോൾ നീ ഗെയിമിങ്ങിനല്ല ശ്രദ്ധിച്ചത്. പിന്നെ ഞാൻ എങ്ങനെയാണ് നിന്നെ കാണാൻ വരുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഷോപ്പിങ്ങിനെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ ചെങ് ടോങ്ങിനെ ഒരുപാട് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴായിരുന്നു ചെങ്ങിൻ്റെ ഒരുപാട് ഫാൻസ് അവിടെ വന്ന് ഇവരെ വീഡിയോ എടുക്കുന്നത്. അത് കാണുന്നതും ടോങ് നേരെ കയറി ചെങ്ങിൻ്റെ ബാക്കിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട്. ചെങ് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവർ കണ്ടാൽ ഇപ്പം എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുകയല്ലേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല, നീ വാ എന്നെല്ലാം പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല, ഇവരെന്തായാലും ഫോട്ടോ എടുത്ത് എല്ലാത്തിലും ഇടും. ഇപ്പോൾ ഞാനാണെങ്കിൽ മേക്കപ്പ് ഒന്നും ചെയ്തില്ല അങ്ങനെയെല്ലാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരോട് ചെങ് നേരെ ഇവൾ പുതുതായി വരാൻ പോകുന്നതാ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവളെ കൊണ്ട് ചെങ്ങിൻ്റെ കൂടെ എല്ലാവരും ഫോട്ടോസ് എല്ലാം എടുപ്പിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കാണിച്ചാണ് നമ്മുടെ ഫാളിങ് ഇൻ യുവർ സ്മൈൽ എന്ന എപ്പിസോഡ് 2 ഇവിടെ തീരുന്നത്.